അതെ, ഞാൻ ഒരു കാര്യം പറയാം. എല്ലാവരും എന്താ വേണ്ടതെന്നുള്ളത് എത്രയും പെട്ടെന്ന് ആലോചിച്ച് തീരുമാനിച്ചു. ഇല്ലെങ്കിൽ 5 പൈസ അമ്മാവൻ്റെ കയ്യിൽ നിന്നിട്ടില്ല. അങ്ങനെ വല്ല സംഭവിച്ചാൽ ഞാൻ ഇതിനകത്ത് ചാടിച്ചാവും. എന്നാ പിന്നെ ഇവിടെ രക്ഷപ്പെടും. ഒരു തമാശ പറയാനും സമ്മതിക്കരുത് കേട്ടോ. ഇതിപ്പോ ഏറ്റവും പെട്ടത് എന്താണെന്നറിയാമോ? ഈ അമ്മാവന്റെ കൂടെ നിൽക്കുന്നതാ. അതെന്തിനത്? എനിക്ക് മനസ്സിലാവില്ലാന്ന്. ഞാനൊരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അമ്മയോട് പോയി പറയാം. അപ്പൊ അമ്മ സമ്മതിക്കും. അയ്യോ, നമ്മളങ്ങ് ചെന്ന് പറഞ്ഞാ മതി. അളിയാ, സത്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ തക്കിളി മോൾ ഇത്രയും വളർന്നിട്ടും വളരെ കൂളായിട്ട് ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കണേ കുറച്ച് അമ്മാവന്റെ ഈ ഷെയറും ഈ സ്വത്തും ഒക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാ. ഈ കല്യാണം എങ്ങാനും നടന്നുവെന്നിരിക്കട്ടെ, അമ്മാവൻ ഇതുവരെ കണ്ട ആളേ ആവില്ല. ആ പെണ്ണുമ്പിള്ള എന്തേ പറഞ്ഞ് അതിനനുസരിച്ച് മാത്രമേ നടക്കൂ. ഇല്ലെങ്കിൽ നോക്കിക്കോ. എടാ, ഇത് ഈ നേരത്തെ എന്താ ഇങ്ങനെ ഒരു തോന്നലെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നണത് ഇത് അമ്മാവൻ എന്തോ ചുറ്റിക്കളിയിലൂടെ ഇപ്പൊ തലയിലായും തോന്നണത്. അതിനൊന്നും കൊള്ളൂല. അതിനൊന്നുള്ള ത്രാണിയില്ല. പിന്നെ ഇത്രയും വെപ്രാളപ്പെട്ട് വന്നിട്ട് ഇത് എന്നെ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കണോണ്ട് എനിക്കൊരു സംശയം. ആരോ ഇളക്കി വിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, ഈ ബ്രോക്കർ കൊണ്ടുപോയിട്ട് ഈ പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെണ്ണ് കുഴപ്പമില്ല എന്ന് തോന്നി കഴിഞ്ഞപ്പോ അതിന്റെ മുകളിൽ തൂങ്ങിയിരിക്കുക. എടാ ചെറുക്ക, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടും കൂടി പോകുമ്പോഴത്തേന് അച്ഛനും മോളുവാണെന്ന് ചോദിക്കും. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാണ്ട് കേട്ടോ. ഈ വയസ്സാം കാലത്ത് അമ്മാവന് തോന്നിയ ഒരു ആഗ്രഹമല്ലേ, അത് നമ്മൾ മുടക്കി കഴിഞ്ഞാലേ ദൈവകോപം ഉണ്ടാവും. ഇതിനെ വല്ലയിടത്തും കൊണ്ടൊന്ന് കളയാൻ പറ്റുമോ നിനക്ക്? എന്ത് ദൈവകോപടി, ഇതൊരു നല്ല കാര്യമല്ലേ? ഒരു കണക്കിന് നമ്മൾ ആ പെണ്ണിനെ രക്ഷിക്കണം. ആന്നേ, കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് അമ്മാവൻ തട്ടി വല്ലതും പോയാൽ ആ പെണ്ണ് വിധവയാവും. അപ്പൊ അതിന് നമ്മൾ ഇത് മുടക്കി കഴിഞ്ഞാൽ പെണ്ണ് രക്ഷപ്പെടില്ലേ? എങ്ങനെയാന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് മുടക്കി തരുമോ? അമ്മ അറിയരുതിട്ടാ. അളിയാ, ഇങ്ങനെ ഈ കലക്കാനുള്ള കുരുട്ടു ബുദ്ധികളൊക്കെ ആദ്യം തെളിയ നിന്റെ തലയിലല്ലേ? ഇതെന്താ ഒന്നും തെളിയാത്തത്? ഞാനത് ആലോചിക്കണേ. എനിക്കൊരു ഐഡിയ ഉണ്ട്. വേണ്ട, അവള് പറയട്ടെ. വേണ്ടന്നേ. അവള് പറയണില്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. പറയട്ടെ. നമ്മുടെ തക്കിളിയില്ലേ, തക്കിളിയെ കൊണ്ട് അമ്മാവനോട് പറയിക്കണം. തക്കിളിക്ക് സ്കൂളിൽ പോകുമ്പോ നാണാവും, അതുകൊണ്ട് കല്യാണം കഴിക്കണ്ടെന്ന്. അപ്പൊ അമ്മാവൻ കേൾക്കും. ഞാൻ പറഞ്ഞോ വേണ്ടെന്ന്. ഞാൻ ഈ വിഷയം നമ്മുടെ ഫാസിലിനോട് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞു കേടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഐഡിയ പറയളിയാ, നമുക്ക് വർക്കൗട്ടൊക്കെ ഉണ്ടാക്കാം. അതായത് ഇത് പറ്റൂല്ലോ. കൊള്ളാം, ഇത് പറ്റും, ഇതേ പറ്റും. പക്ഷെ അവര് വിശ്വസിക്കുവോ? ഇതിപ്പോ ഒരു സത്യമായിട്ടുള്ള കാര്യമായിട്ടല്ലേ തോന്നുന്നുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഇതിനായിട്ട് ഇപ്പൊ ഒരാളെ നമ്മൾ പറഞ്ഞു വിടുമ്പോ ആ ആളിന് 10,000-3000 രൂപ കൊടുക്കണ്ടേ? അതവൻ കൊടുക്കും. പിന്നെ അവൻ കൊടുക്കും. എന്തിനാ ഞാൻ കൊടുക്കണത്? അവനങ്ങ് പറഞ്ഞു വിട്ടാ പോരെ? അത് വേണ്ട, അവൻ കേസില് മറ്റേ പോസ്റ്റ്മാനാന്ന് അങ്ങനെ അവരറിഞ്ഞാലോ? പോസ്റ്റ്മാനോ? ഈ പോസ്റ്റിൽ കയറുന്ന ആൾക്കാരെ പിന്നെ പോസ്റ്റ്മാൻ. അയ്യേ, ലൈൻമാൻ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഏടി മന്തപ്പേ, അവ ഇവിടുത്തെ ലൈൻമാൻ അല്ലേ? ഇത് ശങ്കരമംഗലത്തല്ലേ? ശങ്കരമംഗലത്തുള്ള ആളുകൾക്ക് ഇവനെ അറിയോ? അറിയില്ല. കുഴപ്പമില്ല. ഇവിടെ ഉള്ളവർക്ക് പോലും അവനെ അറിയോ? പിന്നെ അങ്ങനെ ചെയ്യാന്നേ. അമ്മ വന്ന അമ്മ നല്ല അമ്മ